നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇതൊരു കുഞ്ഞി അടുക്കളയാണ് കേട്ടോ. പിന്നെ ഈ തട്ടൊന്നും കവർ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഓപ്പൺ ആണ് നമ്മുടെ തട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ലൊക്കേഷനൊക്കെ മാറ്റിയത്. അപ്പോൾ എപ്പോഴും ഒരേ ലൊക്കേഷനായി നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിന്റെയും ഫ്രൈഡ് റൈസിന്റെയും ഒക്കെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു സൈഡ് ഡിഷാണ്. അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഹോസ്റ്റലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. വൈകിക്കേണ്ട, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. നമ്മൾ ആദ്യം പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലും എടുക്കാം. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ജീരകമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ജീരകം പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ്. ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ, നമ്മുടെ ചെറിയ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറുന്ന സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര എരിവ് വേണ്ട. അപ്പോൾ അതും ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗരം മസാല കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗരം മസാലയുടെ ഒരു മണമൊക്കെ മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ് പനീർ. അപ്പോൾ പനീർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എല്ലാ ചേരുവകളും പനീറുമായിട്ട് ചേർന്ന് വരികയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പാനിൻ്റെ മൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു എഗ് ബുർജിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ഇത് കഴിക്കാം, കറിയൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.